പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വചനഭാഗം. നമ്മൾ ഇന്ന് യാക്കോബിന്റെ ലേഖനം പരിചയപ്പെടുമ്പോൾ ഇന്നലെ നമ്മൾ എഫെസ്യ ലേഖനമാണ് നോക്കിയത്. വിശ്വാസം കൃപയാലാണ് നമുക്ക് കിട്ടിയതെന്ന് പറയുമ്പോൾ യാക്കോബ് പറയാണ്, അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. വെറും വിശ്വാസമല്ല, പ്രവൃത്തി വിശ്വാസത്തിൽ വെളിപ്പെടണം. പ്രിയമുള്ളവർ, കൃപയാലാണ് വിശ്വാസം നമ്മുടെ അകത്ത് വെളിപ്പെട്ടതെങ്കിൽ ആ വെളിപ്പെട്ട വിശ്വാസത്തിൽ പ്രവൃത്തിയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ ഹൃദയത്തിൽ ശങ്കിക്കാതെ വിശ്വാസത്തോടെ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോയി വീഴാൻ പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കും. കാരണം ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയുടെ ശക്തി അത്ര വലുതാണ്. വെറും വിശ്വാസമാണ്, ഞാൻ വിശ്വസിക്കുന്നു ദൈവമുണ്ട് എന്ന്, ദൈവം ഏകനാണെന്ന് പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ടെന്ന്. എന്നാൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടണം. യേശു ഇന്ന് നമ്മളിൽ ജീവിക്കുന്നുണ്ടെന്നും ജീവിക്കുന്ന ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണെന്നും ഇവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവനാണെന്ന് നമ്മളിലൂടെ കാണാൻ ഇടവരണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചിലത് പ്രവർത്തിക്കുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ ചില ബന്ധനങ്ങൾ അഴിയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ ചില കെട്ടുകൾ പൊട്ടുന്നത്. കാരണം സാധാരണ വിശ്വാസി ഭൂതത്തെ പുറത്താക്കും. നീ വിശ്വസിക്കുന്നു ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നീ പ്രാർത്ഥിച്ച ഭൂതം വിട്ട് ഓടിപ്പോകണം, രോഗം വിട്ട് മാറണം, ബന്ധനം വിട്ട് അഴിയണം, കുടുംബത്തിൽ അസമാധാനം വിട്ടു പോകണം, മദ്യപാന ബന്ധനങ്ങളൊക്കെ നീങ്ങിപ്പോകണം. നീ വിശ്വസിക്കുന്നതിന്റെ കൂടെയാണ് ദൈവം ഈ അടയാളങ്ങളെല്ലാം ചെയ്യുന്നത്. പ്രവൃത്തി വിശ്വാസത്തിലൂടെ വെളിപ്പെടണം. പ്രിയമുള്ളവർ, താഴോട്ട് വചനഭാഗം നോക്കിക്കേ. ആവണ്ണം രാഹാബ് എന്ന വേശ്യ ദൂതന്മാരെ കൈക്കൊള്ളുകയും വേറൊരു വഴി പറഞ്ഞയക്കുകയും ചെയ്തതിനാൽ പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമായിരിക്കുന്നു. ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ അകത്ത് വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്നേ. ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെയാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. അത് നിർജീവമാകുന്നു, ജീവനില്ലാത്തതാണ്. കാരണം ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. ഈ വചനം നമ്മുടെ അകത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ അകത്ത് വെളിപ്പെടുന്നത്. യേശു ഇന്നും നമ്മുടെ അകത്ത് ജീവിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ അറിയണം, നമ്മൾ അനുഭവിക്കണം. കൃപയ മാത്രം മതി, കൃപയാൽ മാത്രമാണ് രക്ഷയെന്ന്, ആ കൃപയാലുള്ള രക്ഷയ്ക്ക് പ്രവൃത്തിയുണ്ടെന്നേ. ഈ പ്രവൃത്തി കൃപയാൽ തന്നെ വെളിപ്പെടും, അത് വിശ്വാസത്തിലൂടെ. അത് നമുക്ക് ദൈവം തന്നതാണ്, ദൈവത്തിന്റെ ദാനമാണ്. നമ്മൾ അതിൽ ആരും പ്രശംസിക്കേണ്ട കാര്യമില്ല. ദൈവമാണ് നമ്മെ നയിക്കുന്നത്. നടത്തുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിലൂടെ നിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും നീ അവിടുന്ന് ബലപ്പെടുത്തണം. ഈ വചനം ഞങ്ങളുടെ അകത്ത് കടന്നു വരുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ കണ്ടനുഭവിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതം ഓടുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗം സുഖപ്പെടുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്, ഇങ്ങനെ ദൈവസാന്നിധ്യത്തിന്റെ അഭിഷേകത്തെ നുകരുവാൻ
ഈ ഒരു ദിവസം ഞങ്ങൾക്കായി നീ ഒരുക്കിയ കൃപയ്ക്ക് ഞങ്ങളിതാ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.